ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഗിരീഷ് അങ്ങാടിപ്പുറം. അപ്പോൾ ഞാൻ എവിടെ എത്തിയത്? നമ്മുടെ ആബിദ് ഖാൻ്റെ അടുത്തേക്കാണ്. അപ്പോൾ കേരളത്തിൽ വളരെ കുറച്ച് മാത്രമേ ഈ ഒരു ഐറ്റം ചെയ്തോളൂ. നമ്മളെ പർപ്പിൾ ബെറി ഡ്രാഗൺ നമ്മൾ ഏകദേശം ഒരു മാസം മുന്നേ ഇതിൻ്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ ചെയ്തിരുന്നു. അതൊരു വെറൈറ്റി ആയിട്ട് അൺബോക്സിംഗ് വീഡിയോ ചെയ്തത് അത് ആബിദ് ഖാൻ്റെ ഒരു ബുദ്ധിയായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഇവിടെ വന്ന് വീഡിയോ എടുക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പർപ്പിൾ ബെറി ഏകദേശം അത്യാവശ്യം നല്ല സൈസിൽ ഇവിടെ കൊടുക്കാനുണ്ട്, ഇവിടെ എണ്ണം കൊടുക്കാനുണ്ട്. അപ്പോൾ അതിനോട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആബിദ് ഖാൻ്റെ ഇപ്പോഴത്തെ പുതിയ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ എന്താണെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. ആബിദ് ഖാൻ, എന്താ വിശേഷം? അപ്പോൾ എന്താ സുഖമാണ്. നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പോഴും മഴയെന്ന് ഇപ്പോഴും മഴയല്ലേ? ഇവിടെ നിങ്ങൾ വരുമ്പോൾ മഴ. ഒരു വർഷമായി ഇപ്പോൾ വന്നിട്ട്. ഒരു വർഷമായി. അപ്പോൾ പർപ്പിൾ ബെറി ഇപ്പോൾ കൂടുതലായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏകദേശം കൊടുക്കാൻ എത്ര സൈസ് ഉണ്ടാവും, എത്ര എണ്ണം ഉണ്ടാവും? എണ്ണം ഒരു 10,000 പീസ് ഉണ്ടാവും. 3000 പീസ്. അത് പല ടാങ്കിലായിട്ട് പല സൈസ് ആയിട്ടുള്ള 3000 മുകളിലുണ്ടാവും. 3000 മുകളിലുണ്ട്. അപ്പോൾ നമ്മളന്ന് അൺബോക്സിങ് ചെയ്തപ്പോൾ ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ വലിയ സൈസ് വരെ ഉള്ളത് അദ്ദേഹം അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എങ്ങനെയാണ് ഇവിടുത്തെ ടാങ്കിൽ കിടക്കുന്നത്, എങ്ങനെയാണ് ഇവിടെ വളർത്തുന്നത്, എന്ത് ഫുഡാണ് കൊടുക്കുന്നത്, അതൊക്കെ പലർക്കും ഒരു സംശയങ്ങളുണ്ടായിരിക്കും. അത് എന്തായാലും നേരിട്ട് വന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. പലർക്കും പല ഡൗട്ടുകളുണ്ടായിരുന്നു ഈ പർപ്പിൾ ബെറി ഡ്രാഗണെ കുറിച്ചിട്ടുള്ളത്. കളറ് കുറയുക, കളറ് ഒക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ആബിദ് ഖാൻ നമ്മൾ വിശദമായ വീഡിയോയിലോട് പറയും. അപ്പോൾ 2 സ്ഥലത്താണ് ഇപ്പോൾ ആബിദ് ഖാൻ്റെ ഫാം സെറ്റാക്കുന്നത് അല്ലേ? ഒന്ന് ഇവിടെ ഇത് നമ്മളെ പഴയ സ്ഥലത്ത്, പിന്നെ വേറെ കുറച്ച് ദൂരത്തും. അല്ല, ദൂരത്തല്ല, ഇവിടെ അടുത്തല്ലേ? അപ്പോൾ അത് നമുക്ക് രണ്ടും നോക്കാം. അപ്പോൾ ഏകദേശം എല്ലാ ടാങ്കിലും ഉള്ള പർപ്പിൾ ബെറി ഡ്രാഗൺ നിറഞ്ഞിരിക്കുകയാണ് നീല ഗപ്പികൾ. നീല കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ വൈറ്റിൽ ചെയ്തവർക്കും നീല കിട്ടൂല, വേറെ കിട്ടില്ല, നീല കിട്ടൂല. നമ്മള് ഈ കൊറിയർ വിടുമ്പോ ഈ കാണേണ്ട കളർ ഉണ്ടാവില്ല എന്ന് പറയും. അപ്പൊ ഞാൻ പറയും, കളർ എടുത്തുകാണ്ട് ജസ്റ്റ് ഒരു 5 മിനിറ്റ് വേറെ ഏതെങ്കിലും പാത്രത്തിൽ ബ്ലാക്കോ ഒരു ഇരുണ്ട പാത്രത്തിൽ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമില്ല, ആ കളർ കിട്ടും. അതാണ് ആകെയുള്ള ഒരു മാറ്റം അതേ ഉള്ളൂ. അപ്പോൾ നമുക്കെന്നാ ആ കീടിലൻ പർപ്പിൾ ബെറി ഡ്രാഗണിന്റെ ആ സെറ്റപ്പ് നമുക്ക് നോക്കി നോക്കാം. ഫ്രണ്ട്സ്, നമ്മൾ ആബിദ് ഖാൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ടാങ്കുകൾ എന്ന് പറയുന്നത് ഷീറ്റ് വിരിച്ച് വലിയ വലിയ വമ്പൻ ടാങ്കുകളാണ് സെറ്റപ്പ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞ് ഒരൊറ്റ ഐറ്റം ഗപ്പിയാണ് ഇവിടെ ചെയ്യുന്നത് കേട്ടോ. ആ ഒറ്റ ഐറ്റം ഗപ്പികൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഇത്രയും ടാങ്കുകൾ സെറ്റപ്പ് ആക്കിയിട്ടുള്ളത്. അതിൻ്റെ വലിയ വലിയ ടാങ്കുകളാണ് ഇവിടെ സെറ്റപ്പ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാ ടാങ്കിലും നമ്മളെ മെയിലുകൾ ഒക്കെ നിറഞ്ഞിരിക്കുന്നുണ്ട്. ഫീമെയിലാണെങ്കിലും മെയിലാണെങ്കിലും ഒക്കെ സെപ്പറേറ്റ് ചെയ്ത് എല്ലാ ടാങ്കും ഫില്ലായിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പർപ്പിൾ ബെറി ഡ്രാഗൺ കോരി നോക്കുമ്പോൾ ഒരു ഗപ്പിക്ക് ഇയറില്ലാതെ നമുക്ക് സാധിക്കില്ല. എല്ലാ ഗപ്പികൾക്കും ഇയർ ഉള്ളതാണ് ഈ ഒരു പർപ്പിൾ ബെറി ഡ്രാഗണിൻ്റെ പ്രത്യേകത. അത് ഈ ഒരു ഗപ്പിക്ക് മാത്രമായിട്ടുള്ള പ്രത്യേകത കൊണ്ടാണ് ആബിദ് ഇത് മാത്രം ഇവിടെ സെപ്പറേറ്റ് ചെയ്ത് വളർത്തുന്നത്. അതാണ് അത്രയും ക്വാളിറ്റിയിൽ ഒരൊറ്റ ഐറ്റം ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ടാങ്ക് ഇവിടെ ഉണ്ട്. അത് ആബിദ് എത്ര പറയും, എത്ര ടാങ്കാണ് ചെയ്തിട്ടുള്ളത്. സാധാരണ നമ്മളൊക്കെ ഗപ്പികൾ വളർത്തുമ്പോൾ 1-2 ടാങ്ക് മാത്രമേ ഒരു ബ്രൂഡിന് ചെയ്യുള്ളൂ. പക്ഷേ ഇവിടെ അതൊന്നല്ല, അതിൽ എത്രയോ ടാങ്കുകൾ ഇവിടെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പുതിയ അപ്ഡേഷനോട് എന്തൊക്കെയാണെന്ന് നമുക്ക് ആബിദ്ക്കാട് ചോദിച്ചു നോക്കാം. അപ്പോൾ ആബിദ് നമ്മൾ ഇവിടെ പുതിയ ടാങ്ക് സെറ്റാക്കിയത് ഈ സ്ഥലത്ത് പുതിയുള്ള ഇതൊക്കെ പുതിയ സെറ്റാക്കിയല്ലേ? പുതിയ ടാങ്ക് ഒരുപാട് പുതിയ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിവിടെ കുറേ കിടക്കണ്ടല്ലോ, ഒരുപാട് പീസ് ഉണ്ട്. ഇതിപ്പോ കൊടുക്കാനുള്ള സൈസ് സെയിൽ സൈസ് ആണ്. ഇപ്പോൾ ഒരു മീഡിയം സൈസാണ് നമ്മൾ സെയിൽ ചെയ്യല്. അപ്പോൾ ഈ ടാങ്കിൽ ഫുള്ള് മെയിലാണ് കിടക്കുന്നത്? ഞാൻ മെയിൽ ഫീമെയിൽ സെപ്പറേറ്റ് ചെയ്ത് കണ്ടാണ് ചെയ്യല്. ഇതിപ്പോ ഈ ഒരു മെയിൽ ഇപ്പൊ എത്ര മാസം പ്രായമായിട്ടുണ്ടാവും? ഇതിപ്പോ 3 മാസത്തിന് അടുത്തായിട്ടുണ്ടാവും. 3 മാസത്തിന്റെ അടുത്തായിട്ടുള്ളൂ. അതിന്റെ ബോഡി സൈസ് ആണ്. അതെ, ഭയങ്കര തിക്നെസ്സും ഇയറൊക്കെ പെർഫെക്റ്റ് ആയിട്ട്. എൻ്റെ 1000-ന്റെ മുകളിൽ പേരുണ്ടാവും സെയിലിനുള്ളത്. ഏതിപ്പോ ഈ ടാങ്കിൽ മാത്രം അല്ല, ഓരോ ടാങ്കിലും 1000-ന്റെ മേലെ. ഇതിപ്പോ ഏകദേശം 2.5-3 മാസത്തിന്റെ അടുത്തായതാണ്. 3 മാസത്തിന്റെ അടുത്തായതാണ്. അതാണ് ഇപ്പൊ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ചെയ്തിട്ട് ഒന്നിനും ഒരു ക്വാളിറ്റി എല്ലാത്തിനും ഇതിലിപ്പോ ഇയറില്ലാത്ത ഒന്നുമില്ലല്ലോ. ഇല്ലല്ല, 100% അതല്ല ഇത് മാത്രമാക്കിയത്. അതാണ് അതിന്റെ ഗുണം. അപ്പോൾ ഈ ഏത് ആദ്യമായിട്ട് തുടങ്ങുന്നവർക്കും വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റാണ്. എല്ലാത്തിനും ഇയർ ഉണ്ടാവും. ഒറ്റ ഇയർ ഇല്ലാത്ത എങ്ങനെ എടുത്താലും ഇയർ ഉണ്ടാവും. അതെ. ടാങ്ക് സെക്ഷനിലേക്ക് എത്തി. ഇതിപ്പോ ബേസിനിൽ ഇട്ടിരിക്കുക അല്ല, ബേസിൽ ഫുഡ് കൊടുക്കാൻ വേണ്ടി സെറ്റപ്പാണ്. ഇതിപ്പോ ഈ ഒരു ബേസിനിൽ ഇട്ടപ്പോ അതിന്റെ കളർ കുറച്ചും കൂടി എടുത്ത് കാണിക്കണ്ടല്ലേ? നല്ല കളറ്.
ഇതിപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച ആ സൈസ് തന്നെയാണോ അത്? അല്ല, അതിന്റെ കുറച്ച് താഴെയാണ് ഇത്. കുറച്ച് താഴെ വരുന്നത്. അപ്പോൾ ഒരു 2.5 മാസം ആവുന്നുണ്ടാവും. ആ 2.5 മാസമാണ് പുറത്ത് വന്ന് നിൽക്കണത് ഇതിൻ്റെ. അപ്പോൾ ഇങ്ങനെ ഇതുണ്ടാക്കിയപ്പോൾ അതിന് നേരെ ഫുഡ് കൊടുക്കാൻ വേണ്ടി ഞാൻ ആ ബേസിലാണ് ഫുഡ് ഇട്ട് കൊടുക്കുന്നത്, താഴെ പോവില്ല. അങ്ങനെ പോകുന്നുണ്ടല്ലേ. അതിലൊരു ഫീമെയിൽ കിടക്കണ്ടല്ലോ. ഫീമെയിൽ ഉണ്ട്. അത് പെണ്ണാണെങ്കിൽ മെയിലിന് ഫീമെയിൽ ഇയർ ഉണ്ടായതുകൊണ്ട്. അതെ, ഇതാണ് ഫീമെയിൽ. അയ്യോ, ഫീമെയിൽ ഇതിപ്പോ എത്ര മാസം പ്രായമായ ഫീമെയിൽ? ഇതിപ്പോ 2.5 മാസം ആ ലെവലായിട്ടുള്ളൂ. അത്ര ആയിട്ടുള്ളൂ. ഈ മെയിലിന്റെ കൂടെ ഉള്ള വയറൊക്കെ വീർത്ത് പ്രസവിക്കാനായില്ലേ? അത് ഒറ്റ ഇത് കിടക്കല്ലേ. ശരിയാ. അപ്പൊ നല്ല ഇയർ ഉണ്ടല്ലോ ഇതിന്. ഇയർ വരെ ഈ ഇയർ തന്നെ നമ്മളൊരു വെളുത്ത ടാങ്കിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇയർ ഒന്നും കാണൂല. അങ്ങനെ പ്രത്യേകത ഉണ്ട് ഇതിന്. എന്താ കളർഫുള്ളത്? ഇതിപ്പോ ബ്ലാക്ക് ടാങ്ക് ആണ് അങ്ങനെ സെറ്റ് ആക്കിയിട്ടുള്ളത് ഇവിടെ. മെയിലിന് ബ്ലാക്ക് ടാങ്ക് സെറ്റ് ആക്കിയിട്ടുള്ളത്. എന്താ ബ്ലാക്ക് മെയിലിന് അങ്ങനെ ചെയ്യാൻ കാരണം? ഈ പർപ്പിൾ ബെറി ഒരു വൈറ്റ് ടാങ്കിൽ ഇട്ടുണ്ടെങ്കിൽ അതിന് ബോഡി ഫുൾ ആയിട്ട് വെളുക്കുകയാണ്. അങ്ങനെ ബുദ്ധിമുട്ടല്ലേ? പിന്നെ അതിൽ റെഡിൽ ബ്ലൂ ക്യാപ്പ് ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ തെളിഞ്ഞ് കാണാൻ ബ്ലാക്കിലാണ് ഏറ്റവും ഭംഗി ഉണ്ടാവുക. ഈ ഗപ്പിനെ നമ്മൾ എടുത്തുകാണ്ട് ഒരു വൈറ്റ് ടാങ്കിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ ഗപ്പിയാണെന്ന് പറയില്ല. അത്രയും മാറ്റം വരും. കൊറിയർ ചെയ്യുമ്പോൾ കളർ വ്യത്യാസം വരും. നമ്മളൊരു ടാങ്കിൽ ഉണ്ടാകുമ്പോൾ ഒരു കളറേ കാരണം അത് തന്നെ കവർക്ക് ഇടുമ്പോഴത്തിന് കളർ ചേഞ്ച് ആവും. പിന്നെ ഞാൻ പറഞ്ഞു കൊടുക്കലാണ് ബ്ലാക്ക് ടാഗ് ചെയ്താൽ മതി, അപ്പോൾ ക്ലിയർ ആവും. അപ്പോൾ പിന്നെ പ്രശ്നം ഉണ്ടാവില്ല, എല്ലാം ക്ലിയർ ആവും. അതിന്റെ ചെറിയ സൈസാണ്. കളറും കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ. കളർ കാര്യം വരുന്നുള്ളൂ. ഇത് കൊടുക്കാണ്ടാവില്ലല്ലോ അപ്പോൾ? ഇല്ല, ഈ സൈസ് ഒന്നും കൊടുക്കൂല. കളർ ആയിട്ടേ കൊടുക്കുന്നത്. കളർ ആയത് തന്നെ ഇവിടെ സെയിലിന് എടുത്തിട്ടുണ്ട്. അതന്നെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഇതിപ്പോ എത്ര മാസം പ്രായമായെന്ന് പറഞ്ഞപ്പോ? ഇതിപ്പോ 2 മാസം കറക്റ്റ് അറിയില്ല, ആവണുള്ളൂ. എല്ലാ ടാങ്കും പർപ്പിൾ ബെറി കൊണ്ട് നിറഞ്ഞിരിക്കാനുള്ള ഇവിടെ ഇതിന്റെ നേരത്തെ കുറച്ച് വലിപ്പം കൂടുതൽ. ഇത് വലുതാണ്. സൈസ് കൂടുതലുള്ളത്. സൈസ് കൂടുതൽ നമ്മൾ ബ്രൂണുള്ള മാറ്റിയിട്ടാണ്. ഇതിപ്പോ ബ്രൂഡാവാൻ വേണ്ടി സെറ്റാക്കിയ. സെറ്റാക്കി. ഇതിപ്പോ ബ്രൂഡ് എന്താ പറഞ്ഞത്? ഇവിടെയുള്ള ബ്രൂഡാണിത്. ബ്രൂഡാണ് ഇപ്പൊ കാണുന്നത്. 3 ബാച്ച് ബ്രൂഡ് ഉണ്ട് ഇവിടെ. 3 ബാച്ച് ബ്രൂഡ് ചെയ്യുന്നതാണ്. 3 ടാങ്കിലായിട്ട് ചെയ്യുന്നതാണ്. എന്നിട്ട് കുട്ടികളാണ് മിസ്സാവും. കുട്ടികളുടെ എടുക്കുമ്പോൾ എല്ലാ കുട്ടികളും ഇവിടെ മിസ്സാവും. ഇതിപ്പോ ശരിക്കും എത്ര പ്രായം ഉണ്ടാവും അതിന്? ഇതൊരു 4.5 മാസം 4.5 മാസം പ്രായമായ ഇങ്ങനെ ലെവലിലേക്ക് എത്തും. അതിലേറെ സൈസ് വരും. അടുത്ത ജൂനൽ സൈസ് ആവത്? ജൂനൽ സൈസ് നമ്മൾ നേരത്തെ കണ്ടിന്യൂ ചെറുത് വരുന്നത്. കളറ് കയറി ആയി വരുന്നുള്ളൂ അല്ലേ? അതിന്റെ ബോഡി സൈസ് ആണ് നോക്കേണ്ടത്. ബോഡി സൈസ്. ഇതിന് വേറെ പ്രത്യേകത പറഞ്ഞത് അതിന്റെ ഹെഡിലൊരു ബ്ലൂ ക്യാപ്പ് ഉണ്ടാവും. അത് എല്ലാത്തിനും വരുന്നുണ്ട്. 100% അത് തുടക്കത്തിൽ എൻ്റെ അടുത്ത് 1-2 കിട്ടിയിട്ടുള്ളൂ. പിന്നെ അങ്ങനെ സ്റ്റേബിൾ ആയതാണിത്. സ്റ്റേബിൾ ആയി വന്നതാണ് അല്ലേ? എല്ലാ ടാങ്കിലും മിനിമം ഒരു 500,000 അതിന്റെ അടുത്ത് പീസ് ഉണ്ടാവും. ഇതിപ്പോ അടുത്ത ബ്രൂഡാണ്. അടുത്ത ബ്രൂഡ് പറഞ്ഞപ്പോ ഏകദേശം എത്ര പേരുണ്ടാവും ഇപ്പൊ? 100 പേരോളം ഉണ്ടാവും. കാരണം ഇത്രയും ബൾക്ക് ചെയ്യണോണ്ട് എന്തായാലും നിർബന്ധമാണല്ലോ അല്ലേ? ഇതിലിപ്പോ പ്രസവിക്കാനായി ഫീമെയിൽ ഉണ്ടല്ലോ. നല്ല വയറ് വീർത്തുണ്ട്. ഇതിപ്പോ നമുക്ക് ഇപ്പൊ ഇതായി കാണുന്നത് നല്ല വയറ് വീർത്തത്. അപ്പൊ അതൊക്കെ എത്ര കുഞ്ഞുങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാമോ? അതൊരു 60-70 കുട്ടികളെ കിട്ടുന്നുണ്ടോ? അത് ഇതിലേറെ സൈസ് വരും. സൈസ് ആയിട്ടില്ല. ഗപ്പിന്റെ ഒരു കാഴ്ചയിൽ ഏറ്റവും സൈസ് വരിക പർപ്പിൾ ബെറിയാണ്. വരുന്നത്. അത് മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും. എന്താ പിന്നെ ടൈലൊക്കെ നല്ല അടിപൊളി ടൈല്. ഇവിടുത്തെ ഫീമെയിലുകള് ജഗജില്ലികള് ഈ സൈസ് വരും. ഇതൊക്കെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇതായിട്ടുള്ളൂ. ഇതിപ്പോ 1-1.5 പ്രസവിക്കാനായി കാത്തു നിൽക്കുക. ബ്രീഡിങ്ങിനായിട്ടുണ്ട്.
അപ്പോൾ ഇത് തന്നെ ഇതില്ലേ? അല്ല, അവിടെ ഒരു നെറ്റ് ഉണ്ട്. മാറ്റിയിട്ട് ഈ നെറ്റിന്റെ ഉള്ളില് അവിടെ അപ്പുറത്തെ സൈഡിൽ പ്ലാന്റ് ഇട്ടുണ്ട്. അവിടെ പോയി ബ്രീഡ് ആവും. അപ്പൊ കുട്ടികൾ ഇതിന്റെ ഉള്ളിൽ കയറും. അപ്പൊ ഈ ഫീമെയിൽ ഞങ്ങൾ കൊണ്ടുപോയി അല്ല, ഓലോട്ട് പോകും. ബ്രീഡ് ആവാനോ പോലെ ഈ പ്ലാന്റിന്റെ ഉള്ളിലേ പോവുള്ളൂ. അങ്ങനെ പോകും. ഇവിടെ തുറസായ സ്ഥലത്ത് ബ്രീഡില്ല. അല്ല, ഇവിടെ നമ്മൾ പ്ലാന്റ് ഇട്ടുണ്ടെങ്കിൽ ഇതിന്റെ ക്വാളിറ്റി പോകും. അങ്ങനെ ചെയ്യല്ലേ? പിന്നെ ഇതിൽ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ കഴിയില്ല. ഇവിടെ അങ്ങനെ അവിടെ പ്ലാന്റ് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളിൽ പ്ലാന്റ് ഉണ്ട്. അതെ, ഉള്ളിൽ പ്ലാന്റ് പോലെ ബ്രീഡ് ആവാൻ എന്തായാലും അതിന്റെ ഉള്ളിലേ പോകുള്ളൂ. അപ്പൊ ഉള്ളിലേക്ക് പോകാനുള്ള സൗകര്യം ഉണ്ടാവില്ല. ഈ ഗ്യാപ്പ് കൂടി ഒക്കെ പോവര്, ഇതിന്റെ താഴെ കൂടി പോകും. ഒഴിഞ്ഞു നിന്നിട്ട് അവർക്ക് സ്വസ്ഥമായിട്ട് പ്രസവിക്കാൻ വേണ്ടി അവിടെ പോയി നിൽക്കും. അവിടെ പോയി നിൽക്കും. കുഞ്ഞുങ്ങളൊക്കെ അതിലേക്ക് കയറും. കുഞ്ഞുങ്ങൾ ഒരു വിധമൊക്കെ ഒരു 90% കുട്ടികൾ ഇതിനുള്ളിൽ കയറും. അതിന് കോരും. പിന്നെ അവിടെ അങ്ങനത്തെ ബേസിൽ കയറ്റി ഇടും ആദ്യം. അല്ല, ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ, ബ്രീഡിങ് തുടങ്ങിയിട്ടുള്ളൂ. ഞാൻ കളക്ട് ചെയ്തോണ്ട്. അപ്പൊ ദിവസം നമുക്കിപ്പോ കോരാണ്ടാവൂല്ലോ? ഡയറി ഉണ്ടാവും. ഡെയിലി കോരും. ഒരു 500-600 കുട്ടികളായിട്ടുണ്ടെങ്കിൽ നമ്മൾ ടാങ്കിൽ ഇറക്കി വിടും. അപ്പൊ ഡെയിലി നമുക്ക് പ്രതീക്ഷിക്കാം. എത്ര കുഞ്ഞുങ്ങൾ പ്രതീക്ഷിക്കേണ്ട ഇവിടുന്ന്? അത് അങ്ങനെ കറക്റ്റ് പറയാൻ 100 കുട്ടികൾ എന്തായാലും കിട്ടും. അത് ഇത്രയും ഫീമെയിലുണ്ട്. ഇതിപ്പോ എത്ര 100ഓളം ഫീമെയിൽ എന്നല്ല പറഞ്ഞത്? എല്ലാ ടാങ്കിലും പാടാം. അപ്പൊ ചുരുങ്ങിയത് ഒരു ദിവസം നമുക്ക് ഒരു 500 ബേബീസിനെ ഇവിടെ കിട്ടുന്ന ചുരുക്കം. 500 അല്ല, ഇത് സെക്കൻഡ് ബ്രീഡ് ആയിട്ടുള്ളൂ. ഇതിപ്പോ ഇത്ര കൂടുതൽ ഞാൻ ഇപ്പൊ ഇടുകയാണ്. മറ്റേതൊരു ടാങ്കിൽ നമ്മൾ ചെയ്തിരുന്നത്. ഇത് ബ്രീഡിങ് കുട്ടികളെ കിട്ടൽ തുടങ്ങിയിട്ടുള്ളൂ. നമുക്ക് ചുരുങ്ങിയത് ഇപ്പൊ ഈ ഫീമെയിൽ കാണിച്ച ഫീമെയിലിനൊക്കെ നമുക്ക് എത്ര കിട്ടും? ഒരു 50-ന് മുകളിൽ എന്തായാലും കിട്ടും. അല്ല, എത്ര ബാച്ചിൽ എടുക്കലുണ്ട്? അതൊരു 3-4 ബാച്ച് എടുക്കും. 4 ബാച്ചുകൾ എടുക്കും. 4 വെച്ച് കഴിഞ്ഞാൽ പിന്നെ ക്വാളിറ്റി കുറഞ്ഞു വരിക? അല്ല, പിന്നെ അത് പിന്നെ പ്രസവിക്കാതെ അങ്ങനെ നിൽക്കൂലേ? 4 ബാച്ചിൽ ഒരു ഫീമെയിൽ നമുക്കൊരു 300 കുഞ്ഞോളം കിട്ടില്ലേ? അതിലേറെ കിട്ടും. അതിലേറെ ഒരു ഫീമെയിലിന് കിട്ടും. ഇവിടെ എന്താണ് അതിന്റെ ബ്രീഡിംഗ് സെറ്റപ്പ് ഇവിടെ അങ്ങനെ ചെയ്തിട്ടുള്ളത്? അതേമാതിരി വേറെ ചെയ്തിട്ടുണ്ടോ അതേമാതിരി സെറ്റപ്പ്? അവിടെ ഉണ്ട്. ശരി, ഇവിടെ ചെയ്തിട്ടുണ്ട്. അവിടെ പ്ലാന്റ് വെച്ച് അതിന്റെ കൊട്ടന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. അതിന് പ്ലാന്റ് അവിടെ അങ്ങനെ ചെയ്തല്ലേ? അതിന്റെ ഉള്ളിൽ പ്ലാന്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവിടെ പോയി ബ്രീഡായിട്ട് മാക്സിമം കുട്ടികളെ നമ്മൾ ഇതിൽ കൊട്ടയിൽ കിട്ടും. ഓക്കെ. അപ്പോ ദിവസം പണിയുണ്ട് ഇപ്പൊ? ദിവസം പണിയുണ്ട്. ഇതിപ്പോ നമ്മളെ പഴയ ഏരിയ. പഴയ ഏരിയ. ഇവിടെ മെയിൽ നിറഞ്ഞിരിക്കല്ലേ? ഇതിപ്പോ ഒരു 3 മാസത്തിന്റെ അടുത്തുള്ള പ്രായതാ? അപ്പൊ നമ്മൾ ഫസ്റ്റ് കണ്ടിന്റെ സെക്കൻഡ് ബാച്ച്. ഒരു കോരലിനപ്പോ അത് എത്ര ഇതിപ്പോ കൊടുക്കാനുള്ള ബാച്ചാണത്? അല്ല, ഇതിന്റെ മുന്നത്തെ ഒരു ബാച്ച് കൊടുക്കാനായിട്ടില്ല. ഇതായിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഇത് കൊടുക്കുള്ളൂ. 2 ആഴ്ച കൂടെ വെക്കേണ്ടി വരും. ഇത് വലുതാക്കുന്നിടത്തോളം കളർ കയറി വരിക. ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഒരു പീസ് പോലെ ഇയറില്ലാത്തില്ല. എല്ലാത്തിലും കടക്കട്ടെ കാര്യം. ഇതിപ്പോ എത്ര മാസം പ്രായതാ? ഇതിപ്പോ നേരത്തെ കണ്ടില്ല, അതിന്റെ ചെറുതാണ്. 2.5 മാസം. ഇതിപ്പോ അതിന്റെ നമ്മള് നെറ്റിലെടുത്തതാ? അപ്പൊ അതല്ലേ? നെറ്റിലെടുത്ത അതിന്റെ ഹെഡും ഒക്കെ വരുന്നുള്ളൂ. തൊട്ട് താഴത്തുള്ള ബാച്ചാ? അതെ. അത് ഏതാ ബാച്ച്, ഫസ്റ്റ് ഏതാ സെക്കൻഡ്, നമ്മൾ വലുപ്പം നോക്കിയിട്ട് എടുക്കുക. ഏകദേശം ഒരു വർഷമായി നമ്മൾ അബീദ് ഖാനിൽ വന്നിട്ടല്ലേ? അന്ന് വന്നപ്പോഴും ഇവിടെ നല്ല തിമിർത്ത് മഴ പെയ്യാണ്, ഇപ്പോഴും നല്ല മഴ പെയ്യാണ്. അപ്പോൾ ക്വാളിറ്റിയിൽ ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ പരമാവധി ചെയ്യുന്നുണ്ട്. ക്വാളിറ്റി പരമാവധി നോക്കിയിട്ട് നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അന്ന് ഏകദേശം ഒരു മാസം മുന്നേ അബീദ് ഖാമിക്ക് കുറച്ച് പേരാൾ തന്നില്ലേ? പല സൈസായിട്ടുള്ളത്. അതെന്തായാലും പലർക്കും അധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് നമുക്ക് അതിൻ്റെ ചെറിയൊരു ഡെമോ കൂടി ഇവിടെ നിന്ന് കാണിക്കാം. ആ ചെറിയ സൈസുള്ളത് കുഞ്ഞുങ്ങൾ മുതൽ വലിയ സൈസുള്ളത് വരെ ജസ്റ്റ് ഒന്ന് കാണിക്കാം. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ അതിൻ്റെ സ്ഥിതി എങ്ങനെയാണ് കണക്കുന്നതെന്ന്. ചെറിയ കുഞ്ഞുങ്ങളായപ്പോൾ തന്നെ അതിന് ഇയർ വരും, അതല്ല അതിന് പ്രത്യേകത. അപ്പോൾ അത് നമുക്ക് നോക്കി നോക്കാം. എന്താണ് കുഞ്ഞുങ്ങൾ തുടങ്ങുന്നത്? ഇതിപ്പോൾ എത്ര ദിവസം പ്രായതാണ് ഇപ്പോൾ? ഇതിപ്പോൾ കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ പല സ്റ്റേജിലുള്ള ഉണ്ടാവും. ഒരു 1.5 ആഴ്ച പ്രായമായിട്ടുണ്ടാവും ഇതിൽ? അല്ല, 1.5 ആഴ്ചൻ്റെ മുകളിലുണ്ട്. ജസ്റ്റ് 2 ആഴ്ച ലെവലിലുണ്ട്.
അപ്പോൾ ഇതിലിപ്പോൾ തന്നെ ഇയർ കാണിക്കണ്ടല്ലോ. ഉണ്ട്. അതാണ് അതിന്റെ ഈ ഒരു പർപ്പിൾ ബെറിയുടെ പ്രത്യേകത. മറ്റുള്ള ഇയറിന് ഇത് കുറച്ചും കൂടി വലുതായ മെയിൽ ഫീമെയിൽ തിരിക്കാൻ കഴിയില്ല. കളർ വരണം ശരിക്കും മെയിലിന്. കാരണം രണ്ടിനും ഇയർ രണ്ടും ഒരേ മാതിരിയ കാരണം. അപ്പോൾ എങ്ങനെ തിരിക്കല ചെയ്യലേ? അതെ, നമ്മൾ വേറെ ബക്കറ്റൊക്കെ ഇട്ടിട്ട് ഫുള്ളായിട്ട് പിടിക്കും. ബക്കറ്റൊക്കെ ഇട്ടിട്ട് കളറുള്ളത് മാറ്റിയിടലാണ്. അങ്ങനെ കളറുള്ള മാറ്റി, എന്നാലും അങ്ങനെ മാറ്റിയിട്ടാലും അതിൽ മെയിലും ഫീമെയിൽ വരും. എത്ര മാറ്റിയാലും നോക്കിയാലും വരും. നല്ല കളർ വന്നാലേ ഒരു 2.5 മാസം കഴിഞ്ഞാലേ നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ കഴിയുള്ളൂ. ഇപ്പൊ ഈ പ്രായത്തിൽ ഇവർക്ക് ഇപ്പൊ എന്ത് ഫുഡാ കൊടുക്കുക? അപ്പൊ ഇത് ഞാൻ ആർട്ടിമേ കൊടുക്കണേ. ആർട്ടിമേ കൊടുക്കുന്നത്. എത്ര നേരം കൊടുക്കും ഈ കുഞ്ഞുങ്ങൾക്ക്? രാവിലെ മാത്രമേ കൊടുക്കുള്ളൂ. രാവിലെ മാത്രം കൊടുക്കും. അത് മതിയാർക്ക്? അത് മതി. അപ്പൊ അത്രയും കൊടുക്കും ആർട്ടിമിയ? ആർട്ടിമേ മാത്രമേ ചെയ്യണുള്ളൂ. വയറ് നിറച്ച് കൊടുക്കും. പിന്നെ അവർക്ക് വേണ്ട. പിന്നെ ടാങ്കിലുള്ളത് വലിയ പോണ്ടല്ലേ, അതിലെന്തെങ്കിലുമൊക്കെ കിട്ടും അവർക്ക് കിട്ടും. അപ്പൊ അത് ആദ്യം തുടങ്ങിയ ബാച്ച് അല്ലേ? അല്ല, ഇത് തുടങ്ങിയല്ലേ, ഇത് 2 ആഴ്ച കഴിഞ്ഞിട്ടുള്ള ബാച്ച്. മറ്റുള്ള പൊടി കുഞ്ഞുങ്ങളാണ്. പിന്നെ ഇവിടുന്ന് അടുത്ത നെക്സ്റ്റ് വരുന്നത് ഇവിടെ അടുത്ത സ്റ്റേജിലേക്ക് എത്തിയത് ഇതൊരു മാസത്തോളം പ്രായമായത്. 1 മാസത്തോളം പ്രായമായത്. അപ്പൊ ഈ സമയത്തൊക്കെ ആർട്ടിമേല കൊടുക്കലേ? ആർട്ടിമേല 1 മാസം 1.5 മാസമൊക്കെ ആയിട്ടുണ്ടാവും. അപ്പൊ അതില് വാല്യമൊക്കെ കളർ വരാൻ തുടങ്ങി ചെറുതായിട്ട്. ചെറുതായിട്ട് കളർ വരാൻ തുടങ്ങി. അപ്പൊ ഒന്നിച്ചൊരു കൂട്ടത്തോട് ബേസിലേക്ക് ഇട്ടിട്ട് ഈ വാൽമ ഇതിന് പ്രത്യേക മാറ്റം എന്താ അറിയാം? ഇത് സൈസുള്ള നമ്മൾ ഇതിന് മാറ്റിയിടണം. ഇല്ലെങ്കിൽ കൈ ഇട്ട് കൊടുക്കേണ്ട ആർട്ടിമേ ഫുൾ അവരെന്നെ ചെറുതിന് കിട്ടൂല. ചെറുതിനിട്ടില്ല. അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ടുണ്ട്. ശരിക്കും കുറെ ടാങ്കുകൾ വേണം നടത്താം. ടാങ്ക് ഒരുപാട് വേണം. അതൊരു ഗപ്പി ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ടാങ്ക് വേണം. ഇപ്പൊ ശരിക്കും പർപ്പിൾ ബെറിക്കാൻ എത്ര ടാങ്ക് ഇവിടെ യൂസ് ചെയ്യണ്ടേ? ഇവിടെ 26 ടാങ്ക് വേണം. 26 ടാങ്ക് ഒരു ഐറ്റം ഗപ്പിക്ക് വേണ്ടിട്ട് ഇവിടെ ഉണ്ട്. അപ്പൊ അത് ആയിട്ടില്ലല്ലോ, ഇപ്പൊ മാറ്റാനായിട്ടില്ലല്ലോ? ആയിട്ടില്ല, ചെറിയ കുട്ടികളാണ്. അവർക്കും ആർട്ടിമേ തന്നെ കൊടുത്തോണ്ടിരിക്കും. അപ്പൊ അവർക്ക് ഉണ്ടാക്കിയ ടാങ്ക് സെറ്റപ്പ് ആണ് ഇപ്പൊ ഈ കാണുന്നത്. ഇതിലിപ്പോ എത്ര കുഞ്ഞുങ്ങളെ കണക്കുണ്ടാവും? ഇപ്പൊ ഇതിലൊരു 350-400 കുട്ടികളെ എങ്ങനെ സെറ്റാക്കി കണക്കുണ്ടാവും. രണ്ടാമത്തെ ബാച്ച് ഇതാണ്. ഇത് നമ്മൾ മെയില് ഫീമെയിൽ മാറ്റിന് ശേഷമുള്ള അവസ്ഥയാണ്. ഈ കളർ ആകുമ്പോ നമ്മൾ മാറ്റും. ഈ ലെവല് വരുമ്പോ നമ്മൾ മാറ്റും. ഇത് ഈ ബ്ലൂ കളറിലൊക്കെ മെയിലാണ്. ഫുള്ള് മെയിൽ. ഒരു ടാങ്ക് ഫീമെയിൽ ടാങ്ക് അങ്ങനെ ചെയ്യാം. അപ്പോഴേ ക്വാളിറ്റി വരുള്ളൂ. പിന്നെ ഒന്നിച്ച് ഇപ്പൊ എപ്പോഴെങ്കിലും ഇടുവോ? അല്ല, ഒന്നിച്ച് ഞാൻ ഇവിടുന്ന് ഇടൂല. നമ്മള് സെയില് കൊറിയർ വിട്ടിന് ശേഷം അവിടുന്ന് ഇടാം. ഇവിടെ നമ്മൾ ബ്രൂഡ് സെറ്റ് ആക്കാനുള്ള മാത്രമേ ഒരുമിച്ച്. ഇതിപ്പോ 1 മാസം 1.5 മാസമൊക്കെ ഉണ്ടാവുള്ളൂ. 1.5 മാസം ആയിട്ടുള്ളൂ. ഇവർക്കും ഇനി ഇവിടുന്നാണ് അവർക്ക് കളർ കയറാം. മെയിൽ ഫീമെയിൽ സെപ്പറേറ്റ് ചെയ്താൽ ഇവിടുന്നാണ് കളർ കയറി വരിക. ഇതിലിപ്പോ ആർട്ടിമേല കൊടുക്കുക? ആർട്ടിമേന്റെ വീട്ടിൽ എല്ലാത്തിനും ആർട്ടിമേല. അത് കഴിഞ്ഞിട്ട് വരുന്ന ബാച്ചാണിത്. ഇത് ഇപ്പം വേഗം വളർച്ച കൂടി വരും. നമ്മൾ സിംഗിൾ ആക്കി മാറ്റിയാലേ വളരുള്ളൂ. വളരെ പെട്ടെന്ന് വളർച്ചയാവും. അതിന്റെ ബോഡി സൈസും വരും. മറ്റേത് ഇപ്പൊ അതിന്റെ ബോഡിയൊക്കെ മാറിയില്ലേ? അതെ. അപ്പൊ ഈ സമയത്ത് ഇപ്പൊ ആർട്ടിമേ എത്ര നേരം കൊടുക്കും? രാവിലെ തന്നെ. എല്ലാത്തിനും രാവിലെ മാത്രമേ കൊടുക്കും. അത് മതി. ആർട്ടിമേ ഉള്ളതുകൊണ്ട് അത്രയും ക്വാളിറ്റി ഫുഡ് ആയതുകൊണ്ട്. പിന്നെ വലിയ ടാങ്ക് അല്ലേ, വലിയ ടാങ്ക് ആയാൽ തന്നെ പെട്ടെന്ന് സൈസ് ആവും. ഇതിന്റെ ബോഡി സ്കെൽറ്റ് ആയിക്കൊണ്ട് നിൽക്കലാണ് ക്വാളിറ്റി ഇല്ലായ്മ. ഇത് ബോഡി എല്ലാ സൈസ് അല്ലേ, തിക്നെസ് ആയിട്ട് വരണം. നമ്മളെ ഗബ്ബിനെ കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ. സ്റ്റേജിക്ക് എത്തി. ചെറിയ ആഴ്ചകളെ മാറ്റം ഉണ്ടാവുള്ളൂ കേട്ടോ. അതാണ് ഇപ്പൊ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും കൊടുക്കാനുള്ള സ്റ്റേജ് ആയിട്ടില്ല. ഇല്ല. കഴിഞ്ഞിട്ടുള്ള ബാച്ച് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഈ ബാച്ച്. നമ്മൾ നേരത്തെ ഫസ്റ്റിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹെഡ് വരാൻ തുടങ്ങി, കളർ വരാൻ തുടങ്ങി, ആ ലെവലൊക്കെ എത്താൻ തുടങ്ങി അല്ലേ? ഇതിലാകുമ്പോൾ സെലക്ട് ചെയ്തെടുക്കും ഏത് കോരിയാലും ക്വാളിറ്റി. അതിൻ്റെ ഒക്കെ ഒരേ മാതിരിയാണത്. ഇവിടെ വരുന്നവർക്ക് അങ്ങനെയാണ്, ഏതെടുക്കണം എന്നുള്ള ബുദ്ധിമുട്ടുള്ള ഉണ്ടാവും. അപ്പോൾ ഈ സ്റ്റേജിലുള്ള ഫീമെയിൽ ഇപ്പോൾ എവിടെയാണ്? ആ സ്റ്റേജിൽ വരുന്ന ഫീമെയിലാണ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇതിപ്പോൾ ഫുള്ള് തിരിച്ച ഫീമെയിലാണ്. ഫീമെയിൽ മാത്രമാണിത്. നമ്മൾ തിരിച്ചതാണ്. ഈ ആഴ്ചയിൽ തിരിച്ചാണ്. ഈ ആഴ്ച തിരിച്ചത്. ഇതിലിപ്പോൾ 100% ഫീമെയിൽ ആയിരിക്കും. എന്നാലും വരും. അതിലെ ഇയറും കാര്യങ്ങളൊക്കെ നന്നായി വരുന്നതാണ്. പിന്നെ വരുന്നതാണ് ഇപ്പം നമ്മളിത് ഈ ബാച്ച്. ഇത് വരുന്നത് അപ്പോൾ ഇതും സെയിലായുള്ള എത്തിയിട്ടില്ല. ഇല്ലല്ലോ, കൊടുക്കാനായിട്ടില്ല. അപ്പോഴേക്ക് ഇതാ ഹെഡ് വരാൻ തുടങ്ങി, കളർ വരാൻ തുടങ്ങി.
പിന്നത്തെ വരുന്ന സ്റ്റേജ് ഇത്. ഏകദേശം സെയിലിന്റെ അടുത്തേക്ക് എത്തിയ സ്റ്റേജിലേക്ക് എത്തിയത്. കളറൊക്കെ അങ്ങോട്ട് എടുത്ത് വരാൻ തുടങ്ങി. ഇതിന്റെ ഫീമെയിൽ വരുന്നതാണ് ഇപ്പോൾ അത്. ഫീമെയിലാണ്. ശരിക്കും പറഞ്ഞാൽ ഫീമെയിലിന് ശരിക്കൊരു വണ്ണവും കിട്ടണമെങ്കിൽ മെയിലിൻ്റെ കൂടെ ഇടണം. അപ്പോൾ ശരിക്കും കളർ നല്ല വയറൊക്കെ വീർത്ത് വരും. അതിന് ഇവരെ 2-3 പീസായിട്ട് ഓരോ ടാങ്കിൽ ഇടുമ്പോൾ നമ്മൾ കസ്റ്റമർക്ക് കൊടുത്തിട്ട് ടാങ്കിൽ ഇടുമ്പോൾ പെട്ടെന്നൊരു സൈസായി വരും. ഇത് സൈസ് ഉണ്ട്, അതിൽ കൊറിയർ പോകണോണ്ടേ. അത് കൊടുക്കാനുള്ള ഫീമെയിൽ ആയത് അല്ലല്ല ആയിട്ടില്ല. അപ്പോൾ അവസാനത്തെ സ്റ്റേജ് സെയിൽ ചെയ്യാനുള്ള സ്ഥലത്തേക്ക് നമ്മൾ ആദ്യം കാണിച്ചത് സെക്ഷനിലേക്ക് എത്തി അല്ലേ? അപ്പോൾ വീണ്ടും കാണിക്കാം നമുക്കത്. അങ്ങനെ നമുക്കത് ഇത് മനസ്സിലാവും. അപ്പോൾ ഒരു കസ്റ്റമർക്ക് കൊടുക്കാനുള്ള ലെവലേക്ക് ഇപ്പോൾ എത്തിയത് ഈ സൈസാണ് നമ്മൾ സെയിൽ ചെയ്യാനുള്ളത്. 2.5 മാസത്തെ 3 മാസത്തിൻ്റെ ഇടയ്ക്ക് പ്രായമുള്ളത്. ഈ ഒരു കളറ് കസ്റ്റമറിന് കിട്ടും. അപ്പോൾ ഇത് കൊറിയർ ചെയ്യുമ്പോൾ ചെറിയൊരു കളർ വേരിയേഷൻ വരും. ടാങ്കിലേക്ക് കിട്ടുമ്പോൾ ആ കളറാണ് കിട്ടും. ടാങ്ക് കിട്ടുമ്പോൾ ഈ കളറാണ് വരും. മാക്സിമം വൈറ്റ് കളർ ടാങ്കിൽ ചെയ്യായിരിക്കും. ഇതേമാതിരി ബ്ലാക്ക് കളറിൽ ചെയ്യാം. ഈ കളർ ഇങ്ങനെ കിട്ടും. ഈ കളറാണ് വരും. ഇതാണ് ഒരു കസ്റ്റമർക്ക് കിട്ടുന്ന ഒരു മെയിൽ. അപ്പോൾ അതിൻ്റെ പ്രിന്റും കാര്യങ്ങളൊക്കെ ടൈൽമ പ്രിന്റും കാര്യങ്ങളൊക്കെ വന്നു അല്ലേ? ഗ്രാസ് ടൈപ്പ് ആയിട്ടുള്ള. അപ്പോൾ ഇത് ഹെൽത്തി ആയിട്ടൊരു ഫീമെയിൽ, ഇത് മെയിൽ. ഇനി ഇതേ സൈസിലുള്ള കൊടുക്കാനുള്ള ഫീമെയിൽ, ഇതിൻ്റെ കൊടുക്കാനുള്ള ഫീമെയിലാണ് ഇപ്പോൾ ഈ കാണുന്നത്. കൊടുക്കാനുള്ള ഫീമെയിലാണ് ഈ ഒരു സൈസിലുള്ളത്. ഇയറും കാര്യങ്ങളൊക്കെ വന്നത് അല്ലേ? അപ്പോൾ ഇത് ബ്രീഡ് ആവാത്ത ഫീമെയിൽ അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സെപ്പറേറ്റ് ചെയ്ത ഫീമെയിലാണ്. സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഫീമെയിൽ. എന്നാലും അത്യാവശ്യം തിക്നെസ് ഉണ്ട് അല്ലേ? സൈസ് ഉണ്ടല്ലോ. സൈസ് ഉണ്ട്. മെയിലിൻ്റെ കൂടെ ഇടുമ്പോഴേക്കും അങ്ങോട്ട് എടുത്ത് വരും. ക്വാളിറ്റി ഫീമെയിലാണ്. അപ്പോൾ ശരിക്കും ഈ ഫീമെയിലിന് എത്ര 2.5 മാസം 3 മാസത്തിൻ്റെ ഇടയ്ക്ക് 3 മാസത്തിൻ്റെ ഉള്ളിലുള്ള ഫീമെയിലാണ്. അപ്പോൾ ഒരു പർപ്പിൾ ബറി ഒറ്റ ഐറ്റം ഇപ്പോൾ ഇവിടെ ചെയ്ത് സൈസായി സെയിൽ പർപ്പസിക്ക് എത്തുന്നത് ഏകദേശം എത്ര ടാങ്കിൽ നിന്നാണെന്ന് വിവരിച്ച് വരാൻ പറ്റുക? ഈ 26 ടാങ്കിൻ്റെ മുകളിലുണ്ടാവും. ടോട്ടൽ മൊത്തം പർപ്പിൾ ബറി മാത്രം ചെയ്യാൻ ഇതുപോലത്തെ ടാങ്കുകൾ. അതെ, ഇതേമായി നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വലിയ ടാങ്കുകൾ അങ്ങനത്തെ 26 ടാങ്കിൽ 26 മുകളിലുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾ മുതൽ 2 സ്ഥലത്തായിട്ടാണ് ഇത് ചെയ്യുന്നത്. അത് ഇത് ഇവിടെയും എൻ്റെ ഒരു 6 പുതിയ വീട് വെക്കുന്നതാണ് അവിടെയും കൂടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് മുതൽ വലിയ സൈസ് ആയി വരുന്നത് സെപ്പറേറ്റ് ഇങ്ങനെ മാറ്റി വരുന്നുണ്ട്. അപ്പോൾ ഒരു ടാങ്കിൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ടാങ്കിൽ ഇപ്പോൾ കുഞ്ഞുങ്ങൾ ഉണ്ടാണെങ്കിൽ ആ കുഞ്ഞുങ്ങൾ വലുതായി കഴിഞ്ഞാൽ ഓരോ ടാങ്കിലേക്ക് മാറ്റി വരും. ഓരോ ടാങ്കിൽ ബാച്ച് മാറി പോകും. അല്ല, അതിന് തന്നെ വലുതാവാൻ സമ്മതിക്കല്ല. അല്ലല്ല, അതിന് വലുതാൻ സമ്മതിക്കൂല. ഈ മെയിൽ ഫീമെയിൽ തിരിച്ചതിന് ശേഷം ലാസ്റ്റ് ഒന്നും കൂടെ മാറ്റും. പിന്നെ മാറ്റും. അങ്ങനെ ചെയ്യണം അല്ലേ? അപ്പോൾ കറക്റ്റ് ആയിട്ട് ആ ക്വാളിറ്റിയിൽ വരും. നമ്മൾ മെയിൽ ഫീമെയിൽ സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഒരു 6 ടാങ്ക് മാറ്റണം. ഒന്നും കൂടെ സൈസ് ആയിട്ട് ഒരു 2-3 ആഴ്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും കൂടെ ടാങ്ക് മാറ്റണം. അപ്പോഴും അതിൽ ഫീമെയിൽ കിട്ടും. നമ്മൾ ഫസ്റ്റ് ചേഞ്ച് ചെയ്യല്ല, അതിൽ ഫീമെയിൽ ഉണ്ടാവും, ഫീമെയിലിൽ മെയിലും ഉണ്ടാവും. നമ്മളെ കൊണ്ട് അറിയാൻ കഴിയില്ല. 2 ഇയർ ഉണ്ടായതുകൊണ്ട് അറിയാൻ കഴിയില്ല. മെയിൽ ഫീമെയിൽ മാറ്റണം, അല്ലെങ്കിൽ ക്വാളിറ്റി ഉണ്ടാവില്ല. നല്ല ഫുഡും കൊടുക്കുക. പലരുള്ള ഒരു സംശയമാണ്, ഇപ്പോൾ ഇവിടുന്ന് ബ്രൂഡ് മേടിച്ച് കഴിഞ്ഞിട്ട് ആ ബ്രൂഡിൻ്റെ കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ആ ബ്രൂഡിൻ്റെ ഒരു ക്വാളിറ്റിയിൽ കിട്ടണില്ല എന്ന് പറയുന്നത്. അപ്പോൾ അതിന് പലരും പറയണം എന്താ ചെയ്യേണ്ടത്? ഗപ്പി വളർത്തണമെന്നുണ്ടെങ്കിൽ ലൈഫ് ഫുഡ് ഏതെങ്കിലും ഒന്ന് വേണം, നിർബന്ധമാണ്. ഇല്ലാതെ വളർത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കാര്യമില്ല. ലൈഫ് ഫുഡ് നിർബന്ധമാണ്. മൊയിനെ ചെയ്താൽ മതി, മൊയിനൊക്കെ ചെറിയ പൈസ കിട്ടും. അത് കൾച്ചർ ചെയ്ത് ഉണ്ടാക്കാം, ഇഷ്ടം പോലെ ഉണ്ടാവും. ഇല്ലാന്നുണ്ടെങ്കിൽ ആർട്ടിമിയ ഉണ്ടാക്കാം. ഏതെങ്കിലും ഒന്ന് നിർബന്ധമാണ്. ഇല്ലെങ്കിൽ കുട്ടികൾ നമ്മളിപ്പോൾ ഒരു ആർട്ടിമിയ കൊടുക്കണ ഗപ്പിയും ആർട്ടിമിയ കൊടുക്കാത്ത ഗപ്പി ഒരുപാട് മാറ്റമുണ്ട്. ഇവിടെ 2-3 മാസത്തിനുള്ളിൽ ആർട്ടിമിയ കൊടുക്കണ ഗപ്പി സൈസായി നമുക്ക് സെയിൽ ചെയ്യാം. മറ്റേത് 5-4 മാസം കഴിഞ്ഞാലും സെയിലിനാവില്ല. ആ ഒരു മാറ്റം ഉണ്ട്. ഇതിൽ 3 ഐറ്റം വെള്ളമുണ്ട്. ഇത് ഏത് വാട്ടർ വരുന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മളെ പഞ്ചായത്തിന്റെ വെള്ളമുണ്ട്, ഒന്ന് മൂർക്കനാട് വെള്ളമുണ്ട്, ഒന്ന് നമ്മളെ കിണർ വെള്ളമുണ്ട്. ഏത് വെള്ളത്തിലും നമുക്ക് ഗപ്പി ചെയ്യാം. ഒരു 2 ദിവസം 3 ദിവസം വെള്ളം അവിടെ പിടിച്ചു വെച്ചാൽ മതി.
കിണർ വെള്ളമാണെങ്കിൽ അത് വേണ്ട. ഏത് പോയി വെള്ളമാണെങ്കിലും 2 ദിവസം 3 ദിവസം പിടിച്ച് വെച്ചിട്ട് ഗപ്പിന് ഇട്ടുണ്ടെങ്കിൽ ഒരു കംപ്ലൈൻറ്റും വരില്ല. ഡയറക്റ്റ് ഏത് വെള്ളമാണെന്നുണ്ടെങ്കിൽ അതിൽ കംപ്ലൈൻറ്റ് വരും. പിടിച്ച് വെക്കണം, വെള്ളം സെറ്റായി വെള്ളം ഒന്ന് പിടിച്ച് വെക്കുക. അതിന് മൊയിനുണ്ടാക്കാനൊക്കെ അങ്ങനെ തന്നെ. അതെ അതെ. ഓക്കെ. അപ്പോൾ ഈ ടാങ്കിൽ ഇപ്പോൾ അടിഭാഗം നല്ല വൃത്തിയുണ്ട്. അടി ക്ലീൻ ചെയ്യണതോ? അത് ഞാൻ ക്ലീൻ ചെയ്യണ്ടേ? എല്ലാ ദിവസവും അടി ക്ലീൻ ചെയ്യും? അല്ല, ഒരു മാസത്തിലൊരിക്കൽ ക്ലീൻ ചെയ്യും. വെള്ളം മാറ്റില്ല? വെള്ളം മാറ്റില്ല, വെള്ളം ബാക്കിയുള്ള പറഞ്ഞു കൊടുക്കും. അവർക്ക് ശരിക്കും ഈ പഴയ വെള്ളമാണ് വേണ്ടത് അർത്ഥം. ഒരു 20% മാത്രമേ പുതിയ വെള്ളം നമ്മൾ ആഡ് ചെയ്യാൻ പാടുള്ളൂ. അത് കുറേ കഴിഞ്ഞിട്ടേ മാറ്റുള്ളൂ? കുറേ കഴിഞ്ഞിട്ടേ മാറ്റുള്ളൂ. നമുക്ക് വെള്ളം ഇങ്ങനെ കംപ്ലൈന്റ് ആയി തോന്നുമ്പോഴേ മാറ്റുള്ളൂ. ഇത് കല്ലുപ്പൊന്നും ഇട്ടില്ലല്ലോ? ഇല്ല, ഒന്നും കല്ലുപ്പില്ല, വാട്ടർ മാത്രം. ഒരു കെമിക്കലും ഇല്ല അതിൽ, ഒന്നുമില്ല. ഇത് മതി. നമ്മൾ കൂടുതൽ നോക്കുന്നിടത്തോളം ഈ സാധനം ഉണ്ടാവില്ല. അതെ അതെ, ശ്രദ്ധ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞു, സാധനം ഉണ്ടാവില്ല. കുറച്ച് ഫുൾ റെഡുകളുണ്ടല്ലോ? ഫുൾ റെഡ് ഉണ്ട്. ഇത് കൊടുക്കാനുള്ള ഫുൾ റെഡാണോ? കുറഞ്ഞ പീസേ സെയിലുള്ളൂ. അതാണ് നമ്മളെ വീഡിയോയിൽ പറയുന്നത്. കുറച്ചേ കൊടുക്കാണ്ടാവുള്ളൂ. കുറച്ചേ ഉള്ളൂ. കൊടുക്കാനുള്ളത് അല്ല, ഇതിൽ ബ്രൂഡും എല്ലാം ഉണ്ടാവും. ഇത് പർപ്പിൾ ബെറി സെറ്റ് ആക്കുമ്പോൾ സെറ്റ് ആക്കിയിട്ടില്ല. ഇത് മഴവെള്ളം കൊള്ളേണ്ടത് കേട്ടോ, അൽബിനോണിത്. ഒരു കുഴപ്പമില്ല, ഒരു കംപ്ലൈന്റ് ഒന്നിനുമില്ല. നല്ല കളർഫുള്ളാണല്ലോ, ഗ്രീൻ വാട്ടറുമായി. ഇത് കുറച്ച് ചെറിയ സൈസ് ഉള്ളതാ? സൈസ് ഇത് ചെറിയ റീറ്റെയിൽ മാത്രം കൊടുക്കാണ്ടാവുള്ളൂ, ബൾക്ക് ഉണ്ടാവില്ല. റീറ്റെയിൽ മാത്രമേ ഉള്ളൂ. അവിടെ ഉണ്ട്, ഒന്ന് ക്ലിയർ ആയിട്ട് വീഡിയോ എടുക്കാം. ഈ വലുതിനെങ്ങനെ എടുപ്പിച്ചാൽ മണ്ടന്മാരെ. എന്ത് നല്ല അടിപൊളിയല്ലേ, നല്ല സൈസ്. ഡോർസലാണ്, FR ഫ്ലവർ ഡോർസലാണ്. അതാണ് വരുന്നത് അല്ലേ? അത് തൊട്ടടുത്തുള്ള വേറെ സ്ഥലത്തില്ലേ? ഇവിടെ ടാങ്കൾ നമ്മൾ അവിടെ ചെയ്ത ടാങ്ക് സെറ്റപ്പ് തന്നെയാണ്? അതെ, സെറ്റപ്പ് തന്നെയാണ്. പ്ലാറ്റിലൊക്കെ സെറ്റാക്കി വരുന്നുള്ളൂ. ഇല്ല, സെയിലിനായിട്ടില്ല, ആവണുള്ളൂ, തുടങ്ങിയിട്ടുള്ളൂ. ചെറിയ കുട്ടികളാണ്, മെയിൽ ഫീമെയിൽ തിരിച്ചിട്ടില്ല, ഇനി തിരിക്കണത്. അതാ ഇതാണ്. അപ്പോൾ അവിടെ വീട്ടിൽ കണ്ടില്ല, ആ ബാച്ച് കഴിഞ്ഞിട്ടുള്ളത് കൊടുക്കാനുള്ളതാണ്. ഏകദേശം എല്ലാം ഒരേ സൈസാണ്, പക്ഷെ അവിടെയുള്ള കളർ കുറച്ചും കൂടെ സൈസായാലേ കളർ കയറി വരുള്ളൂ ഫുള്ളായിട്ട്. ഈ സാധനം ആർക്കും ധൈര്യമായിട്ട് ചെയ്യാം, ഒരു കുഴപ്പമില്ല. കംപ്ലൈൻറ്റ് വൃത്തിയായിട്ട് ചെയ്താൽ നമുക്ക് ഉസാറായിട്ട് ഒറ്റതിന് ഇയർ ഇല്ലാതെ കിട്ടും. എല്ലാത്തിനും ഇയർ ഉണ്ടാവും. ഇത് കൊടുക്കാനുള്ള സൈസ് ആയിട്ടില്ല? ഇല്ലല്ല, ഇതിന് ഇതിനേക്കാൾ കളർ വന്ന് വീട്ടിലുണ്ട്. കളറായി വരുന്നുള്ളൂ. കളർ ആയിട്ടില്ല എന്നല്ല, പക്ഷെ ഇതിന്റെ മുകളിലുള്ള വീട്ടിലുണ്ട്, ഒന്നും കൂടെ സെറ്റായി വരണം. ഫുൾ റെഡിന്റെ ഫീമെയിലാണ് മെയിലാണ് അല്ലേ? രണ്ടും കൂടെ ഉണ്ട്. കൊടുക്കാനല്ലേ അപ്പോൾ? കുറഞ്ഞ പീസേ ഉള്ളൂ. ഫീമെയിലാണ്. ഇതിൽ സെയിൽ വലുത് സെയിൽ ചെയ്യാം. ഒരു മീഡിയം സൈസ് ആണ് നമ്മൾ കൊറിയർ കൊടുക്കുക. സെമി അഡൾട്ട്. നമ്മൾ ഏത് വെള്ളത്തിൽ കൊണ്ടായാലും നിൽക്കണം, അതേ ഉള്ളൂ. ഒന്ന് ബ്രീഡായി കഴിഞ്ഞാൽ പിന്നെ നിൽക്കാൻ പണിയാണ്. ഈ സൈസാണ് കൊണ്ടുപോകാൻ നല്ലത്. കറക്റ്റ് സൈസിലുള്ള ഫീമെയിൽ. സൈസിലുള്ള കുറഞ്ഞും കുറഞ്ഞുള്ള എല്ലാം ഉണ്ടാവും. കുറച്ച് അത്യാവശ്യം സൈസുള്ളതാണ് സെയിൽ ചെയ്യാം. പറ്റ ചെറുത് കൊടുക്കൂല. ബ്രോഡ് ഇവിടുത്തെ അല്ലേ? അവിടെ തന്നെ 100ഓളം പേരുണ്ടല്ലേ കറക്കണം ബ്രോഡ്? ഇവിടെ ഇപ്പം എത്ര ഉണ്ട്? ഇവിടെ കറക്കുന്നുണ്ട്. ഇവിടെ എത്ര ഉണ്ടാവും, അത് കൂടുതൽ ചെയ്യാൻ വേണ്ടി. മെയിലുകൾ മാത്രം ഫുൾ റെഡിന്റെ മെയിലുകൾ മാത്രം. നല്ല രസം കാണുന്നുണ്ടല്ലോ. അത് മെയിൽ ഫീമെയിൽ തിരിച്ചുള്ള മാറ്റാണ്. ഉള്ള ക്വാളിറ്റിയിലും കയറി വരും. ഇത് കൊടുക്കാളല്ലേ അപ്പോൾ? സെയിലുള്ള തന്നെയാണ്. നല്ല രസം, അടിപൊളി. ഒന്നും കൂടെ സൈസ് ആവാണ്ട്. ടീമായിട്ട് അങ്ങോട്ട് ക്യാച്ച് ചെയ്ത് വരില്ല. അവർക്ക് ഈ നേരത്തെ ആർട്ടിമി കിട്ടുന്ന ടൈമാണ്. അത്യാവശ്യം കൊടുക്കാണ്ട് ഫുൾ റെഡ്. ഫീമെയിൽ നടത്ത കാണിച്ച ഫീമെയിലാണ്. ഇത് നല്ല അടിപൊളിയായിട്ടുണ്ടല്ലോ. ഇത് ബ്രൂഡ് സെറ്റാക്കിയതാണല്ലേ?
ഇതിലിപ്പോൾ എത്ര പേര് വളർക്കുണ്ടാവും പോലെ? ഇതിൽ കുറച്ചുള്ളൂ, കൂടുതലൊന്നുമില്ല. ഇവിടെ കൂടുതലില്ല. ഇല്ല. എന്താ പറയുക, അത് ഏതെടുത്താലും ഒരേ മാറ്റം. അതന്നെയാണ് എല്ലായിടത്തും ഒരേമാതിരി, ഒരേ ഇത് കളറ്, ഒരേ സൈസ്. ഫീമെയിൽ ആണെങ്കിലോ നല്ല ഉണ്ടപ്പാണ്. ഇവിടുത്തെ രാജാവ് പോകുമല്ലേ, മാക്സിമം സൈസ് ഉള്ള. നല്ല സൈസ് ഇനി വരും. ഇനി വരും. ഇതൊരു 4-4.5 മാസമായിട്ടുണ്ടാവുള്ളൂ. 4 മാസമായിട്ടുണ്ടാവുള്ളൂ ഇത്. അപ്പോൾ സെറ്റ് ആക്കി അല്ലേ? ഗപ്പിലെ ഏറ്റവും സൈസ് വരുന്നത് പർപ്പിൾ ബെറിയാണ്. പർപ്പിൾ ബെറി ബൂട്ട് സെറ്റ് ആക്കല്. ഇപ്പോൾ ഇവിടെ ഉള്ള കുഞ്ഞുങ്ങൾ ഉണ്ടായത് തന്നെ ബൂട്ട് സെറ്റ് ആക്കല്ലേ? ഇവിടെ തന്നെ സെറ്റ് ആക്കുക. അതിപ്പോൾ എങ്ങനെയാ ക്വാളിറ്റി ഉള്ളതിനെ മാറ്റിയിട്ട് അങ്ങനെ എന്താ? അത് നമ്മള് ഒരു 4 എങ്ങനെ പറയാം, നമ്മൾ പുറത്തുനിന്നും മേടിക്കാൻ പരിപാടിയില്ല, ഇവിടെ തന്നെ എല്ലാം കുഞ്ഞുങ്ങളാക്കി ആ കുഞ്ഞുങ്ങൾ തന്നെ ബ്രൂഡാക്കുക അല്ലേ? അതിനാണ് നമ്മൾ 3-4 ബാച്ചായിട്ട് ചെയ്യണത്. ടാങ്കിൽ 3-4 ബാച്ചായിട്ട് ചെയ്യണത് അതിനാണ്. ഇത് മാറ്റി മാറ്റി തിരിക്കും. അതിന് മാറ്റി മാറ്റി തിരിക്കും. എല്ലാം മിസ്സായിട്ട് ഇങ്ങനെ എടുക്കും. അല്ലെങ്കിൽ ഇൻബ്രീഡിംഗ് ഒക്കെ വരും. ഇൻബ്രീഡിംഗ് ഒക്കെ വരും. അങ്ങനെയാണത്. അത് ഞാൻ എടുക്കുമ്പോൾ ഈ പർപ്പിൾ ബെറി ഇങ്ങനെയൊന്നും അല്ല. അത്രയും ക്വാളിറ്റി ഇല്ലാതെ വന്നത് ക്വാളിറ്റി ഉണ്ടാക്കി. പിന്നെ ക്വാളിറ്റി കയറി വന്നതാണ്. ഇതാണ് അതിന്റെ വീട് സെറ്റപ്പ് അല്ലേ? ഈ ഗ്രാസ് ഇട്ട് അതിന്റെ ഉള്ളിൽ കുട്ടികളുണ്ടാവും. കുട്ടികളെ കളക്ട് ചെയ്തിട്ട് അവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ? അതിന് അട്ടിമേ കൊടുത്തോണ്ടിരിക്കല്ലേ? ആർട്ടിമേന്റെ ബാഗാണ്. അതിൽ കുട്ടികളെ തുറക്കൊണ്ട് പോകണം. ഇതാണ് കുട്ടികൾ. അതാ ഒരു കുട്ടി ഉണ്ടായിരുന്നു അല്ലേ? അതിപ്പോൾ പ്രസവിച്ചിട്ടുള്ളൂ. ഇതിലുണ്ടാവും ഇഷ്ടംപോലെ. ഈ പ്ലാന്റ് മാറ്റിയതൊക്കെ കുട്ടികളാണ്. അതാ. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് നല്ല ഗുണമുണ്ടല്ലോ ഈ ഒരു പ്ലാന്റിന്. ഈ പ്ലാന്റിന്റെ ഉള്ളിൽ നിന്ന് അവർക്ക് കിട്ടൂല. പഴയ ഗപ്പി ഗ്രാസ് എന്നതിന്റെ പേര്. ഗപ്പി കുഞ്ഞുങ്ങളെ കിട്ടാൻ വേണ്ടി നല്ല അടിപൊളി പ്ലാന്റ് ആണത്. അപ്പോൾ ഞാൻ ഇപ്പോൾ മാറ്റണ്ടേ? ഇപ്പോൾ പിടിച്ചത് മാറ്റണ്ടേ? അത് ഞാൻ ഫ്രീ ആകുമ്പോൾ മാറ്റണം. ഇത് നമ്മൾ മാറ്റിയിട്ട് കിട്ടാത്തതാണ് സൈസ് വന്നത്. അതായത് ഇതിനുള്ളിൽ നിന്ന് കഴിച്ചിലായി പോരുന്നതാണ്. അതെ. അപ്പുറത്ത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ടാങ്കാണ്. കുഞ്ഞുങ്ങളാണ്. കുഞ്ഞുങ്ങൾക്ക് ടാങ്ക് കാറ് വേറെ അല്ലേ? ഇവിടെ 10 ടാങ്കായി ഇപ്പോൾ? ഇവിടെ ഉണ്ടാവും 10-20 അടുത്ത ടാങ്ക് സെറ്റായി. അതിൽ 90% ഈ പർപ്പിൾ ബെറിയാണ്. 90% ഫുള്ള് പർപ്പിൾ ബെറി എന്ന് തന്നെ പറയാം. അപ്പോൾ ഇനി ടാങ്ക് സെറ്റാക്കാൻ ഇവിടെ ഉണ്ടല്ലേ? ഭാഗത്തേക്കുണ്ട്, ആ സൈഡിലേക്ക്. അവിടെ സൈഡിലേക്ക് മാറ്റാണ്ടല്ലേ? അവിടെ ആയിട്ടുണ്ട്, കുറച്ച് ദിവസമായിട്ടുണ്ട്. ഈ ടാങ്ക് സെറ്റ് എങ്ങനെയാണ് സംഭവം? ഇത് നമ്മൾ ഫുഡ് കൊടുക്കാൻ വേണ്ടി ഇതിൻ്റെ ഉള്ളിലാണ് ഫുഡ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഒരു ബേസും കട്ട് ചെയ്തിരിക്കുക അല്ലേ? അത് നമ്മൾ കട്ട് ചെയ്ത് ഒരു കത്തി എന്തെങ്കിലും ചൂടാക്കിയിട്ട് അത് വെച്ച് കൊടുത്താൽ മതി, കട്ട് ചെയ്ത് പോരും. നല്ല ഫിനിഷിംഗ് ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് പൊന്തിക്കാനാ? ഇത് നമ്മൾ ബേസിനിടയ്ക്ക് പൊന്തി നിൽക്കാൻ വേണ്ടി വലയിലൊക്കെ ഉപയോഗിക്കുന്ന അതല്ലത്? അതന്നെ ചെറിയ പൈസ ഉള്ളൂ. 3-4 രൂപ ഒരു പീസിന് വരും. ഇത് ചെയ്തപ്പോൾ എന്തൊക്കെയാണ് ഗുണങ്ങൾ കിട്ടുന്നത്? ഇപ്പോൾ നമ്മൾ ടാങ്കിന്റെ അടിയിലേക്ക് ഒരു കാരണവശാലും ഫുഡ് പോകില്ല. നമ്മൾ അട്ടിമയാണ് കൊടുക്കണോണ്ട് അല്ലേ? അല്ല, നമ്മൾ ഇത് പെലറ്റ് ഫുഡ് എടുക്കണ്ടല്ലോ, ആ ടാങ്കിന്റെ അടിയിലേക്ക് പോകില്ല. അതൊരു ഗുണമുണ്ട് അല്ലേ? ഫുഡ് വേസ്റ്റ് ആവില്ല. പിന്നെ ഡെയിലി ഈ ഒരു സാധനം ക്ലീൻ ചെയ്താൽ മതി, നമ്മൾ ടാങ്ക് ക്ലീൻ ചെയ്യണ്ട. അങ്ങനെ ഗുണമുണ്ടല്ലേ? മറ്റേത് ഫുള്ള് ടാങ്ക് ക്ലീൻ ചെയ്യണ്ടേ. ഇതിപ്പോൾ ഞാൻ ടാങ്ക് ക്ലീൻ ചെയ്യൽ 2 മാസം 3 മാസത്തിൽ ഒരിക്കലാണ് ടാങ്ക് ക്ലീൻ ചെയ്യൽ. അപ്പോൾ ഇതിങ്ങനെ ഇപ്പോൾ ഇവിടെ കിടക്കുന്നുണ്ടല്ലോ ടാങ്കിൽ. ഇപ്പോൾ വെള്ളം നിറച്ച് ഇപ്പോൾ ഇതിൽ വെള്ളം നിറച്ച് വെച്ചാണ്. ഇതിപ്പോൾ ഇന്ന് നിറച്ചതാ? ഇപ്പം ഇന്നലെ വൈകുന്നേരം നിറച്ചാണ്. ഈ 2 ദിവസം കഴിഞ്ഞിട്ട് ഇതിൽ ഫിഷ് ഇട്ടുള്ളൂ. 2 ദിവസം കഴിഞ്ഞിട്ടുള്ളൂ. ഫിഷ് ഇട്ടുള്ളൂ. അപ്പോൾ ഈ വെള്ളത്തിന് പിന്നെ ഒന്നും അതിൽ ചെയ്യണ്ട, ഡയറക്റ്റ് അതിലിടാം. ഉപ്പും വേണ്ട, ഒന്നും വേണ്ട. 2 ദിവസം മുന്നേ പിടിച്ച വെള്ളം. കിണർ വെള്ളം. 2 ദിവസം കഴിഞ്ഞാൽ അതിലേക്ക് ഫിഷിന് ഇറക്കും. ഇറക്കാൻ വേണ്ടി സെറ്റ് ആക്കിയതാ? പർപ്പിൾ ബെറിന്റെ മെയിലുണ്ട് വീട്ടിൽ. മെയിൽ അതിലേക്ക് ഇവിടെ കൊണ്ട് സെറ്റ് ആക്കും. അപ്പോൾ മെയിൽ ചെറിയ സൈസ് ആയിരിക്കും. ഇത് നീല ടാങ്ക് ആയതുകൊണ്ട് അല്ലേ? ചെറിയ സൈസ്. അത് ഇനി സൈസ് സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ ഒന്നും കൂടെ പിന്നെ സെറ്റ് മാറ്റും. എന്നിട്ടാണ് ഈ ബ്ലാക്കിലേക്ക് വരിക. പിന്നെ ബ്ലാക്കിലേക്ക് വരിക. ഇപ്പോഴത്തെ ടാങ്കുകളൊക്കെ ഇപ്പോൾ ഇങ്ങനെ കുറച്ച് ഏകദേശം ഒരു 90-95% വെള്ളം നിറഞ്ഞിരിക്കും. അപ്പോൾ നിങ്ങൾ ചാടി പോകുന്നില്ലല്ലോ? ഇല്ല, ചാടില്ല. കൂടുതലുണ്ടായതുകൊണ്ട് ചാടില്ല. അങ്ങനെ തന്നെ സെറ്റ് ആയിക്കോളും. അവിടെ നിന്നോളൂ. ചെറിയ ടാങ്കിലൊക്കെ ആകുമ്പോഴാണ് ഒരു 1-2 പീസ് ആകുമ്പോഴാണ് അവർ ചാടി പോവുക. അങ്ങനെ കുഴപ്പങ്ങളൊന്നും വരുന്നില്ല. ഒന്നും വരില്ല. ഇതിപ്പോൾ ഇവിടെ ഇപ്പോൾ മിനിമം എല്ലാ ടാങ്കുകളും ഇപ്പോൾ ആഴപ്പം എങ്ങനെയാണ് സെറ്റ് ആക്കിയിട്ടുള്ളത്? അത് ഒരു അടി വെള്ളം. അതാണ് കറക്റ്റ്. അതാണ് അതിന്റെ കറക്റ്റ് ഇത് അല്ലേ? ഗപ്പിക്ക് കറക്റ്റ് ആ ഒരു വളർച്ച കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ആഴത്തിലെ വെള്ളം നിറയ്ക്കാൻ പറ്റുള്ളൂ. വലിയ ടാങ്ക് ആണെങ്കിൽ അത്രയും പെട്ടെന്ന് വലിയ സൈസ് ആവും. വലിയ നീളത്തിലെ ടാങ്ക് ആക്കണം. ആഴം കൂട്ടരുത്, വെള്ളം ആഴം കൂട്ടരുത്, നീളം വേണം. അതേമാതിരി സെറ്റ് എത്ര കിട്ടുകയാണ് നീളം കിട്ടുകയാണ് അത്രയും നീളം നല്ലത് അല്ലേ? അതാണ് അതിന്റെ പെട്ടെന്ന് വളർച്ച കിട്ടാനുള്ള കാരണം.
ഇതുപോലത്തെ പാത്രത്തിൽ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് സൈസ് വരില്ല. ഇതിന് വലിയ ടാങ്ക് ഇത് ഈ ടാങ്കിൽ ഇട്ടിന്റെ കപ്പികളാണ്, അതാണ് ഇങ്ങനെ സൈസ് വന്നത്. പിന്നെ സെമി അഡൽട്ട് മാത്രമേ നമ്മളിവിടെ സെയിലുള്ളൂ കേട്ടോ. വലിയ സൈസ് നമുക്ക് ഇവിടെ ഗ്യാരണ്ടി കൊടുക്കാൻ കഴിയില്ല. നമുക്ക് കൂടുതൽ പുറത്ത് കൊറിയർ പോകുന്നുണ്ട്, കർണാടക, മഹാരാഷ്ട്ര, ഗുജറാത്ത് ഈ ഭാഗത്തേക്കാണ്. അപ്പോൾ ഈ വലിയ സൈസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫിഷിന് ലൈവ് ഗ്യാരണ്ടിയാണ്. ഈ വലിയ സൈസ് വിട്ടാൽ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ കഴിയില്ല. സെമി അഡൽട്ടിന് നമ്മൾ ലൈവ് ഗ്യാരണ്ടി ഉണ്ട്. എന്ത് കംപ്ലൈൻറ്റ് വന്നാലും നമ്മൾ വേറെ ഫിഷ് വിട്ട് കൊടുക്കും. ഡയറക്റ്റ് എടുക്കുക. ഡയറക്റ്റ് എടുക്കുന്നവർക്ക് നമ്മൾ ബ്രൂഡ് സ്റ്റോക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കും. കൂടുതൽ കൊടുക്കില്ല, 1-2 പേരെ കൊടുക്കുള്ളൂ. ഈ സൈസാണ് ഇപ്പോൾ ഇവിടുന്ന് കൊടുക്കുന്നത്. ഉസ്മാൻ കടമ്പഴിപ്പുറം വന്നിട്ടുണ്ട് നമ്മൾ ആബിദ് ഖാൻ്റെ പർപ്പിൾ ബെറി പഠിക്കാൻ. ഇപ്പോൾ എത്ര പേര് എടുക്കാനാണ് വന്നത് നിങ്ങൾ? 2 പേര്. ഇവിടെ വരുന്ന എടുക്കുന്ന സ്ഥലം ഒന്ന് പറഞ്ഞു കറക്റ്റ്. ഇതിവിടെ മലപ്പുറം മക്കരപ്പറമ്പ് കാച്ചിനിക്കാട് കയറി, കാച്ചിനിക്കാട് ഹെൽത്ത് സെന്ററിന്റെ അടുത്ത്. അവിടെ വന്ന് ചോദിച്ചാൽ മതി, ആബിദിനെ ചോദിച്ചാൽ മതി, അവരും പറഞ്ഞുതരും. അപ്പോൾ സെയിൽ ഇപ്പോൾ എങ്ങനെയാണ്? ഹോൾസെയിലാണോ റീറ്റെയിലാണോ അതൊക്കെ എങ്ങനെയാണ്? റീറ്റെയിലാണ് കൂടുതൽ പോകുന്നത്. അതാണ് ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത്. അത് ഈ ആർട്ടിമിയെ കൊടുത്തുകൊണ്ട് നമുക്ക് ഹോൾസെയിലും അല്ലാതെ കൊടുക്കാൻ കഴിയില്ല. എന്താ വെച്ചാൽ നല്ല റേറ്റാണ് ഈ ആർട്ടിമിയൊക്കെ. ആർട്ടിമിയെ കൊടുത്തില്ലെങ്കിൽ ക്വാളിറ്റി കുറവാകും ചെയ്യും. എന്താ വെച്ചാൽ അത്ര ഒരുപാട് സാധനമല്ലേ, കുറച്ചൊക്കെ ആണെങ്കിൽ നമുക്ക് മൊയിനെ കൊടുത്തുകൊണ്ടൊക്കെ സെറ്റാക്കി നിർത്താം. ഇത് ഇത്ര തോന്നെ ഗപ്പികളുണ്ടാകുമ്പോൾ നമുക്ക് എന്തായാലും ആർട്ടിമി കൊടുക്കൽ നിർബന്ധമാണ്. ആൾ ഇന്ത്യയിലെ എല്ലാ ഭാഗത്തും ഉണ്ട്. ഒരു പേരാണെങ്കിൽ ഇല്ല, മിനിമം 2 പേര്. നല്ല കൊറിയർ ചെയ്ത് കൊടുക്കുള്ളൂ. ആൾ ഇന്ത്യ അല്ല, ലൈവ് ഗ്യാരണ്ടിയാണ്. ഫിഷ് കിട്ടുമ്പോൾ എന്ത് കംപ്ലൈന്റ് ആണെങ്കിലും വേറെ ഫിഷ് വിട്ട് കൊടുക്കും. പിന്നെ കളർ കുറയണത് ബോക്സ് പൊട്ടിക്കണ വീഡിയോസ് എടുത്താണ്ട് വിട്ടായിരുന്നു. അത്ര ചെയ്യണം. പിന്നെ കളർ കുറയണത് നമ്മൾ അവിടെ ചെന്ന കളർ സെറ്റ് ആവും. അത് സെറ്റ് ആവും. അത് ആ ടാങ്കിന്റെ മാറ്റാണ്. ഈ സാധനം പർപ്പിൾ ബെറി ഏത് ടാങ്കിലായിരുന്നു അതിനനുസരിച്ച് അതിന്റെ കളർ നിലക്കുക. അത് പൊടിച്ച് കയ്യിലെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അതിന്റെ കളർ മാറും. അത് ആ ടാങ്കിൽ ഇറക്കി വിടുമ്പോൾ തന്നെ അതിന്റെ കളർ സെറ്റ് ആവും ചെയ്യും. പെട്ടെന്നുണ്ട് വരാനും പോകാനും. നമ്മളെ ആബിദ് ഖാൻ്റെ പുതിയ അപ്ഡേഷൻ പഴയതിനേക്കാളും അടിപൊളിയായിട്ടോ. അപ്പോൾ വേറെ സ്ഥലത്ത് പുതിയ സ്ഥലം മേടിച്ച് അവിടെ ടാങ്ക് സെറ്റാക്കിയിട്ടുണ്ട്. അവിടെ ഏകദേശം 10-25 ടാങ്കുകൾ അവിടെ ആയിട്ടില്ലേ. അപ്പോൾ അവിടെയും പർപ്പിൾ ബെറി, പിന്നെ കുറച്ച് ഫുൾ റെഡ് ഇപ്പോൾ കൊടുക്കാനുള്ളത് 99% പർപ്പിൾ ബെറി ഡ്രാഗണ്. പിന്നെ ഫുൾ റെഡ് കുറച്ച് കൊടുക്കാനും കുറച്ച് പുതിയ വെറൈറ്റി എടുത്തിട്ടുണ്ട്. സെറ്റായി വരണം. വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ അത് ഏകദേശം കുറച്ചുകൂടി കഴിഞ്ഞാൽ അതൊരു സെറ്റാവും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ ആബിദ്ക്ക് അപ്പോൾ മൊയിന നിർത്തി ആർട്ടിമേക്ക് കയറി. പലരും വിളിച്ച് ചോദിക്കും നമ്മളെ മൊയിന ഇപ്പോൾ ഇവിടെ കൊടുക്കാണ്ടാവില്ല. അപ്പോൾ മൊയിന സെയിലില്ല, സൗകര്യക്കുറവാണ്. പിന്നെ മെയിൻറ്റെയിൻ ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത്ര ഫിഷിന് ഒന്നായിട്ട് നമ്മൾ എത്ര ഒരു 40-50 ബേസിൽ ചെയ്യണം. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് അതന്നെ ഒരു പണിയാവും. അപ്പോൾ ആർട്ടിമേ മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ ആരും മൊയിനയ്ക്ക് വിളിച്ച് ചോദിക്കരുത്, ആബിദ് ഖാൻ്റെ കയ്യിൽ മൊയിനപ്പം ഇല്ല. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഉള്ളത് നമ്മളെ പർപ്പിൾ ബെറി ഡ്രാഗണിൻ്റെ പക്കാ ക്വാളിറ്റിയിലുള്ള മെയിലുകൾ ഏകദേശം 3000-ഓളം പേർ ഇവിടെ 3000 പേര് പീസുകൾ ഇവിടെ കൊടുക്കാനുണ്ട്. പിന്നെ ഫുൾ റെഡ് കുറച്ച് കൊടുക്കാനുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മൾ ആബിദ് ഖാൻ്റെ പുതിയ അപ്ഡേഷൻ വീഡിയോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.